രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഇരിക്കുന്നിടത്ത് നിന്ന് ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്ക് കണ്ണൊക്കെ ഒന്ന് അടച്ച് ഈശോയോടൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങേക്ക് ഇഷ്ടപ്പെട്ട നല്ല കുഞ്ഞുങ്ങളായി വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അവിടുന്ന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സഭയോട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചു അല്ലേ? എന്താ പഠിച്ചേ? ഈശോ ജീവൻ നൽകുന്നു, കൃപാവരം നൽകുന്നു. ഈശോയാകുന്ന വലിയ ടാങ്കിൽ നിന്ന് വലിയൊരു പൈപ്പാകുന്ന സഭയിലൂടെ ചെറിയ ചെറിയ പൈപ്പുകളാകുന്ന കൂദാശകളിലൂടെ നമ്മിലേക്ക് കൃപാവരം അല്ലെങ്കിൽ ദൈവിക ജീവൻ ഒഴുകി എത്തുന്നു എന്ന് പറഞ്ഞു. ഇനി കൂദാശകൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. കൂദാശ എന്ന സുറിയാനി വാക്ക്, ഒരു സുറിയാനി, നമ്മൾ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നൊക്കെ കേൾക്കുന്നത് പോലെ ഒരു ഭാഷയാണ് ഏത്? സുറിയാനി. അപ്പോൾ സുറിയാനി ഭാഷയിൽ കൂദാശ എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരിക്കുന്ന കർമ്മം എന്നാണ് അതിൻ്റെ അർത്ഥം. പാപമോചനവും ദൈവിക ജീവനും നൽകിയാണ് കൂദാശകൾ നമ്മെ വിശുദ്ധീകരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം 4-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രത്യേകത നിറഞ്ഞ കാലഘട്ടമാണ്. എന്താ? മിക്കവാറും ആരും തന്നെ ആദ്യ കുർബാന സ്വീകരിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ ഈ വർഷമാണ് നമ്മൾ ആദ്യ കുർബാന സ്വീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യ കുർബാനയ്ക്കായി ഒരുങ്ങുന്നത് കൊണ്ടാണ് നിങ്ങളെ ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഈ കൂദാശകളെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ കുർബാന എന്ന് പറയുന്നതും ഒരു കൂദാശ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വർഷം ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ ആ ആദ്യ കുർബാന സ്വീകരണത്തിലൂടെ എന്ത് കിട്ടും? നമുക്ക് ഈശോയിൽ നിന്ന് കൃപാവരം ഒഴുകി ലഭിക്കും അല്ലേ? അപ്പോൾ എന്താണ് കൂദാശ? കൂദാശ എന്ന് പറഞ്ഞാൽ എന്ത്? അങ്ങനെ ഒരു കാര്യം നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എങ്ങനെയാണ് അതിന് ഉത്തരം എഴുതാൻ പറ്റുന്നത്? എന്താണെന്ന് നമുക്ക് നോക്കാം. അദൃശ്യമായ ദൈവിക ജീവൻ നൽകി നമ്മെ വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന, ഈശോ സ്ഥാപിച്ചതും തിരുസഭ പരികർമ്മം ചെയ്യുന്നതുമായ ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ. അപ്പോൾ അദൃശ്യമായ ദൈവിക ജീവൻ, അപ്പോൾ നമുക്ക് ദൈവിക ജീവനെ കാണാൻ പറ്റുമോ? ഇല്ല. ഇപ്പം നമ്മുടെ ശരീരത്തിലുള്ള ജീവൻ തന്നെ നമുക്ക് കാണാൻ പറ്റുമോ? നമുക്ക് ജീവൻ ഉണ്ടെന്ന് പറയും. ജീവൻ പോയാൽ നമ്മൾ എന്ത് പറയും? മരിച്ചു പോയെന്ന് പറയും അല്ലേ? പക്ഷെ ജീവൻ പോയാന്ന് ജീവൻ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ജീവനെ നമുക്ക് കാണാൻ പറ്റില്ല. ഇതുപോലെ ദൈവിക ജീവനെ നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്പോൾ ഈ കാണാൻ സാധ്യമല്ലാത്ത അദൃശ്യമായ ഈ ദൈവിക ജീവൻ നൽകി നമ്മെ വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന, ഈശോ സ്ഥാപിച്ചതും തിരുസഭ പരികർമ്മം ചെയ്യുന്നതും. അപ്പോൾ ഈ കൂദാശകൾ ആരാ സ്ഥാപിച്ചേ? ഈശോ. അതെവിടെയാ പരികർമ്മം ചെയ്യപ്പെടുന്നത്? തിരുസഭയിൽ. നമ്മളൊക്കെ അംഗങ്ങളാകുന്ന തിരുസഭയിലാണ് ഇത് പരികർമ്മം ചെയ്യപ്പെടുന്നത്. ഇത് നമ്മുടെ സീറോ മലബാർ രൂപതക്കാരോ അല്ലെങ്കിൽ നമ്മുടെ പപ്പായോ അമ്മയോ അല്ലെങ്കിൽ മെത്രാനോ അല്ലെങ്കിൽ മാർപ്പാപ്പായോ ഒക്കെ ഉണ്ടാക്കിയതാണോ ഈ കൂദാശകൾ? അല്ല. ഇത് ആരാ സ്ഥാപിച്ചേ? ഈശോ തന്നെ സ്ഥാപിച്ചതാണ്. അപ്പോൾ ഈശോ ഈ കൂദാശകളിലൂടെ നമുക്ക് എന്ത് തരും? ദൈവിക ജീവൻ അല്ലെങ്കിൽ കൃപാവരം നമുക്ക് നൽകും. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി കൂദാശകൾ എന്നാൽ എന്ത് എന്നുള്ളത് നമുക്കൊന്ന് വായിക്കാം. അദൃശ്യമായ ദൈവിക ജീവൻ നൽകി നമ്മെ വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന, ഈശോ സ്ഥാപിച്ചതും തിരുസഭ പരികർമ്മം ചെയ്യുന്നതുമായ ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ.
ദൈവിക ജീവൻ നമുക്ക് അദൃശ്യമാണ്, കാണാൻ പറ്റത്തില്ല. പക്ഷെ കൂദാശകൾ നമുക്ക് കാണാമല്ലോ. ഏതൊക്കെയാണ് കൂദാശകൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് കാണാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന്. അപ്പോൾ നമുക്ക് 7 കൂദാശകളാണുള്ളത്. എത്ര കൂദാശകളാണ്? 7 കൂദാശകൾ. അതിലെ ആദ്യത്തെ 3 കൂദാശകളെ പ്രവേശക കൂദാശകൾ എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ പുലിമുരുകനും പിന്നെ മാസ്റ്ററും ഒക്കെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ ടിക്കറ്റൊക്കെ എടുക്കണം അല്ലേ? അപ്പോൾ ഈ ടിക്കറ്റ് ഇല്ലാതെ നിങ്ങൾ തിയേറ്ററിൽ കാണാമെന്ന് വിചാരിച്ച് പോയാൽ കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ? എന്ത് സംഭവിക്കും? നമ്മളെ അവിടുന്ന് പുറത്താക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും? ഇപ്പോഴൊക്കെയാണ് എല്ലാവരും ഓൺലൈനിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആ തിയേറ്ററിനുള്ളിലോട്ട് പ്രവേശിക്കാനുള്ള ഒരു കാർഡ് അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കതിനുള്ളിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് ആദ്യത്തെ 3 കൂദാശകൾ. ഈ ആദ്യത്തെ 3 കൂദാശകൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് തിരുസഭയിൽ അംഗമായി തിരുസഭയോട് ചേർന്ന് നിൽക്കാൻ പറ്റും. ഏതൊക്കെയാണ് നമ്മുടെ കൂദാശകൾ? ഏതൊക്കെയാണ് കൂദാശകൾ? നമുക്ക് ഒന്നാമത്തത് മാമോദീസ. നമ്മളൊക്കെ മാമോദീസ സ്വീകരിച്ചവരല്ലേ? അതെ അല്ലേ? ചെറുതായപ്പോൾ തന്നെ നമ്മുടെ പപ്പായും അമ്മയും നമ്മുടെ ഗോഡ് ഫാദർ ഗോഡ് മദർ എന്നൊക്കെ പറഞ്ഞാരാ? നമ്മുടെ തലതൊട്ടപ്പൻ അല്ല തലതൊട്ടമ്മ എന്നൊക്കെ പറയും അല്ലേ? അവരൊക്കെ കൂടി ചേർന്ന് നമ്മളെ മാമോദീസ മുക്കി. ഇനി തൈലാഭിഷേകം, അടുത്തതാണ് വിശുദ്ധ കുർബാന. അപ്പോൾ ഈ 3 കൂദാശകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രവേശക കൂദാശകൾ. അപ്പോൾ ഈ 3 കൂദാശകളിലെ വിശുദ്ധ കുർബാനയും തൈലാഭിഷേകവുമാണ് ഇനി നമ്മൾ സ്വീകരിക്കാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് 3 പ്രവേശക കൂദാശകൾ. ഇനി അടുത്തത് ഏതാണ്? അനുരഞ്ജന കൂദാശ, പിന്നീട് രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം. ഇങ്ങനെ 7 കൂദാശകളാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ 7 കൂദാശകളിലൂടെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? കൃപാവരം അല്ലെങ്കിൽ ദൈവിക ജീവൻ ലഭിക്കുന്നത്. അപ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചായിരുന്നു, ഈശോയാകുന്ന സഭയിലെ ശിരസ്സാകുന്ന ഈശോയിലൂടെ അവയവങ്ങളാകുന്ന നമുക്ക് പല ധർമ്മങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ധർമ്മങ്ങളൊക്കെ നിറവേറ്റണമെങ്കിൽ നമുക്ക് കൃപാവരം അല്ലെങ്കിൽ ദൈവിക ജീവൻ ലഭിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദൈവിക ജീവൻ നമുക്ക് ലഭിക്കുന്നത് ഈ സഭയിലൂടെ നമുക്ക് നൽകുന്ന ഈ 7 കൂദാശകളിലൂടെയാണ്. അപ്പോൾ കൂദാശകൾ എത്ര എണ്ണമാ? 7 എണ്ണം. ഏതൊക്കെയാണത്? മാമോദീസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന, അനുരഞ്ജനം, രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം. ഈ 7 എണ്ണത്തിൽ ആദ്യത്തെ 3 എണ്ണം എന്തെന്ന് പറയും? പ്രവേശക കൂദാശകൾ എന്ന് പറയും അല്ലേ? അപ്പോൾ ഈ ഈശോ സ്ഥാപിച്ചതും ദൈവിക ജീവൻ പ്രദാനം ചെയ്യുന്നതുമായ ഈ കൂദാശകൾ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഒരുക്കത്തോടും ഭക്തിയോടും കൂടെ സ്വീകരിച്ച് നമുക്ക് കൃപാവരത്തിൽ വളരാം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് സ്വീകരിക്കേണ്ടത് കൂദാശകൾ? ഒരുക്കത്തോടും ഭക്തിയോടും കൂടെ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈശോയോട് ചേർന്ന് നിന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു ചെറിയ ആക്ടിവിറ്റി ചെയ്താലോ? നിങ്ങൾക്കറിയാം, ത്രിത്വം എന്ന് പറഞ്ഞാൽ എത്ര പേരാണ് ഉള്ളത്? 3 പേര് അല്ലേ? സുവിശേഷകന്മാർ ആരൊക്കെയാണ്? സുവിശേഷകന്മാർ നമുക്ക് ബൈബിളിൽ സുവിശേഷങ്ങൾ എഴുതിയത് എത്ര പേരാ അറിയാമോ? 4 പേരാണ്. ആരൊക്കെയാണ്? വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്ക, വിശുദ്ധ യോഹന്നാൻ. അത് 4 പേര്. ദൈവം, എത്ര ദൈവമുണ്ട് നമുക്ക്? കുറേ ദൈവമുണ്ടോ? എത്ര ദൈവമുണ്ട് നമുക്ക്? ഒറ്റ ദൈവമേ ഉള്ളല്ലേ? ഒരേ ഒരു ദൈവം. ഇനി തിരുസഭയ്ക്ക് എത്ര കൽപ്പനയുണ്ടെന്നറിയാവോ? അത് നിങ്ങൾ പഠിക്കാൻ പോകുന്നുള്ളൂ അല്ലേ? തിരുസഭയ്ക്ക് 5 കൽപ്പനയുണ്ട്. ഇനി കൂദാശകൾ എത്ര എണ്ണം ഉള്ളത്? 7 എണ്ണം ഉണ്ട്. അപ്പോൾ സിസ്റ്റർ ഇവിടെ എത്ര എണ്ണം എന്ന് പറയത്തില്ല, ദൈവം എന്ന് പറയും. ദൈവം എന്ന് പറയും നിങ്ങൾ എന്ത് ചെയ്യണം? എത്ര ദൈവമുണ്ട്? ഒരു ദൈവം. അപ്പോൾ എന്ത് ചെയ്യും? ഒരു പ്രാവശ്യം കൈയടിക്കും അല്ലേ? ഇനി ആദി മാതാപിതാക്കൾ എത്ര പേരുണ്ട് നമുക്ക്? ആദി മാതാപിതാക്കൾ 2 പേര് അല്ലേ? ആദവും ഹവ്വയും. അപ്പോൾ എത്ര പ്രാവശ്യം കൈയടിക്കണം? 2 പ്രാവശ്യം കൈയടിക്കണം. അപ്പോൾ ഇങ്ങനെ പറയുന്നതിൻ്റെ എണ്ണം എത്രയാണോ അത്രയും പ്രാവശ്യം കൈയടിക്കണം. റെഡിയല്ലേ? അപ്പോൾ പറയട്ടെ, തിരുസഭയുടെ കൽപ്പനകൾ എത്ര പ്രാവശ്യം അടിക്കണം? 5 പ്രാവശ്യം അടിക്കണം അല്ലേ? ഓക്കെ.
അത് ട്രയലായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് ഒന്നും കൂടി ചെയ്യാം. തിരുസഭയുടെ കൽപ്പനകൾ 1 2 3 4 5. സുവിശേഷങ്ങൾ 1 2 3 4. ദൈവം 1. ത്രിത്വം 1 2 3. കൂദാശകൾ 1 2 3 4 5 6 7. അപ്പോൾ എത്രയാണ് കൂദാശകൾ? 7 അല്ലേ? അപ്പോൾ ഇത് പല പ്രാവശ്യം ഇതുപോലെ ഓരോ നമ്പറുകൾ ബൈബിളിൽ നിന്ന് ഉള്ളത് ഓർത്തോർത്ത് എന്ത് ചെയ്യണം? ഇതെല്ലാം നമുക്കൊന്ന് കൈയടിച്ച് നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ ഒരുമിച്ചിരുത്തി ഈ ആക്ടിവിറ്റി ഒക്കെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഓർമ്മിക്കാൻ നമുക്കൊരു തിരുവചനം തന്നിട്ടുണ്ട്. ഏതാണത്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങളുടെ കൈകളിലൊക്കെ ബൈബിൾ ഇരിപ്പുണ്ടല്ലോ. എല്ലാവരും കൈകളിലിരിക്കുന്ന ബൈബിൾ എടുത്തേ. എങ്ങനെ എടുക്കണ്ടേന്ന് ഇന്നാണ് സിസ്റ്റർ പറഞ്ഞത്. എങ്ങനെയാണ് കയ്യിലെടുക്കണം? ഒന്ന് ചുംബിക്കണം അല്ലേ? എന്നിട്ട് യോഹന്നാൻ്റെ സുവിശേഷം എടുക്കുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പുതിയ നിയമം എടുക്കുക. ബൈബിളിൻ്റെ അവസാന ഭാഗത്തായിട്ട് വരുന്നത്. അപ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം തിരുവചനം എന്താണ് പറയുന്നത്? എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം അല്ലേ? ഇത് എഴുതി വെച്ചിട്ട് അടുത്ത ആഴ്ച എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ നമുക്ക് കുറേ 1-ാമത്തെ അധ്യായം മുതൽ നമുക്കിങ്ങനെ കുറേ വചനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലേ? അതെല്ലാം പഠിച്ച് ഓർമ്മയിൽ സൂക്ഷിക്കണം. നമുക്ക് ദൈവവചനങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ഓർമ്മശക്തി കൂടും. നന്നായിട്ട് പഠിക്കാനൊക്കെയുള്ള ഓർമ്മശക്തി നമുക്ക് ലഭിക്കും. എല്ലാവരും ബൈബിള് താഴെ വയ്ക്കുക. അപ്പോൾ എന്താണ് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നത്? എന്ത് തീരുമാനം എടുക്കാം? ഞാൻ ഒരുക്കത്തോടും ഭക്തിയോടും കൂടെ കൂദാശകൾ സ്വീകരിക്കും. അപ്പോൾ നമ്മൾ 4-ാം ക്ലാസ്സുകാരാ അല്ലേ? 4-ാം ക്ലാസ്സുകാർ എന്ത് ചെയ്യാൻ പോകുന്നവരാ? ആദ്യ കുർബാന സ്വീകരിക്കാൻ പോകുന്നവരാ. അപ്പോൾ ആദ്യ കുർബാന എങ്ങനെ സ്വീകരിക്കണം? ഒരുക്കത്തോടും ഭക്തിയോടും കൂടെ സ്വീകരിക്കണം. അങ്ങനെ ഒരുക്കത്തോടും ഭക്തിയോടും കൂടെ സ്വീകരിക്കുമ്പോൾ നമുക്ക് ദൈവിക ജീവൻ ലഭിക്കുന്നു. അങ്ങനെ നമുക്ക് ഈശോ എന്താണോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ കഴിവുള്ളവരായി നമുക്ക് തീരുവാനും സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് നിങ്ങളുടെ പുസ്തകം ഒന്നെടുത്തേ. പേജ് നമ്പർ 23. 23-ാമത്തെ പേജ് എടുക്കുക. അതിൽ 1-ാമത്തെ ചോദ്യം എന്താ? നമുക്ക് ദൈവിക ജീവൻ പകർന്നു തരുന്ന നീർച്ചാലുകൾ ഏതാ? ദൈവിക ജീവൻ പകർന്നു തരുന്ന നീർച്ചാലുകൾ 20-ാമത്തെ പേജിൽ നോക്കിക്കേ. ആ പിക്ചറിൻ്റെ താഴെ നമ്മിലേക്ക് ദൈവിക ജീവൻ എത്തിക്കുന്ന നീർച്ചാലുകൾ ആണ് കൂദാശകൾ. ഇനി 2-ാമത്തെ ചോദ്യം എന്താ? കൂദാശകൾ എന്നാൽ എന്ത്? അത് നമ്മൾ പറഞ്ഞതാ അല്ലേ? അതിൻ്റെയൊക്കെ താഴെ 20-ാമത്തെ പേജിൽ തന്നെ റെഡ് കളർ കൊണ്ട് എഴുതിയേക്കുന്ന കണ്ടോ? അദൃശ്യമായ ദൈവിക ജീവൻ നൽകി നമ്മെ വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഈശോ സ്ഥാപിച്ചതും തിരുസഭ പരികർമ്മം ചെയ്യുന്നതുമായ ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ. ഇനി 3-ാമത്തെ ചോദ്യം ഏതാ? കൂദാശകൾ ഏതെല്ലാം? എത്ര കൂദാശയാ? 7 കൂദാശകൾ. ഏതൊക്കെയാ? പേജ് നമ്പർ 21 കിടപ്പുണ്ട്. ഏതൊക്കെയാണെന്ന്? മാമോദീസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന, അനുരഞ്ജനം, രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം. 4-ാമത്തെ ചോദ്യം എന്താ? എങ്ങനെയാണ് കൂദാശകൾ സ്വീകരിക്കേണ്ടത്? എങ്ങനെയാ? 21-ാമത്തെ പേജിൽ കണ്ടോ? ഏറ്റവും താഴെയായിട്ട് കൂദാശകൾ ഒരുക്കത്തോടും ഭക്തിയോടും കൂടെ സ്വീകരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് കണ്ണുകൾ അടച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ദൈവിക ജീവനിൽ വളർത്തുവാൻ വേണ്ടി കൂദാശകൾ സ്ഥാപിച്ച ഈശോയെ, യോഗ്യതയോടുകൂടി കൂദാശകൾ സ്വീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ.